ദൈവവചനത്തെ പ്രതി ഉണ്ടാകുന്ന, കർത്താവ് യേശുവിൻ്റെ നാമത്തെ പ്രതി ഉണ്ടാകുന്ന ഒരു സഹനത്തെയോട് നമ്മൾ അസ്വസ്ഥരാകേണ്ട, ഒരു സഹനത്തെയോർത്തും ഭയപ്പെടേണ്ട. ആ സഹനങ്ങളെല്ലാം ലാഭങ്ങളാണ്, ആ സഹനങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്. ആ സഹനങ്ങൾ ഒന്ന് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും, രണ്ട് അനേകരുടെ ആത്മരക്ഷയ്ക്കും കർത്താവ് മാറ്റുന്ന ഒരു വളമാണത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവമാണ് സഹോദരങ്ങളെ. നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും. എപ്പോഴാ? ലോകമോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വെറിക്കൂത്തുകളിൽ നിന്ന് നമ്മൾ വേർപെട്ട് കർത്താവിനായി നമ്മളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ, ലോകത്തോട്, ലോകമോഹങ്ങളോടുമുള്ളൊരു വേർപാട്, അതാണ് ഹോളിനെസ്, അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഒപ്പം കർത്താവിനോടും അവിടുത്തെ വചനത്തോടുമുള്ള ഒരു സമർപ്പണം, ഡിവോഷൻ, ആ കമ്മിറ്റ്മെൻറ്റ്, ഇതിൽ ആർക്കെല്ലാം ഉണ്ടോ അവർക്ക് സഹനങ്ങളുണ്ട്. അവർക്ക് ലോകം അവരെ പീഡിപ്പിക്കും സഹോദരങ്ങളെ, ലോകം അവരെ ഞെരുക്കും. കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങളെ പേടിക്കേണ്ട. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. എത്ര ശക്തമായ പ്രോമീസ കർത്താവ് നമുക്ക് തരുന്നത്. നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നത്? എന്തിനാ എൻ്റെ സഹോദര സഹോദരി നീ ആകുലപ്പെടുന്നത്? കർത്താവിൻ്റെ വചനത്തിൽ ചങ്കുറപ്പിക്കേ. കർത്താവിൻ്റെ പ്രോമീസിൽ നിന്റെ ജീവിതത്തിൻ്റെ വേരുകൾ നീ ഉറപ്പിച്ചു വെക്കേ. കർത്താവ് നമ്മളെ താങ്ങുവാൻ ശക്തനാണ്. എൻ്റെ സഹോദരങ്ങളെ, പത്രോസിൽ എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനമാണ്, 4-ാം അധ്യായം 3, 4, 5 വചനങ്ങൾ. ലോകമോഹങ്ങളിൽ നമ്മൾ വേർപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിജാതിയെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മന്ദിരോത്സവത്തിലും നിശ്ചിതമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുൻപ് വളരെ കാലം ചെലവഴിച്ച്, നമ്മൾ പലരും ലൗകികരമായി ജീവിച്ച് കർത്താവിനെ കണ്ടുമുട്ടുന്നത് വരെ, കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമുക്കുണ്ടാകുന്നത് വരെ നമ്മൾ ലൗകികരും ജഡീകരുമായി ജീവിച്ചവരാ. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ഈശോയുമായിട്ടുള്ള ആ ഒരു പേഴ്സണൽ എൻകൗണ്ടർ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തി. 4-ാം വചനം പറയാണ്, അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. നമ്മളെ ദുഷിക്കുന്നു, നമ്മളെ ദ്വേഷിക്കുന്നു, നമ്മളെ പരിഹസിക്കുന്നു, നമ്മളെ അപമാനിക്കുന്നു, നമ്മൾ അവഗണിച്ച് കളയുന്നു, നമ്മെ മാനസികമായി നമ്മളെ ഹറാസ് ചെയ്യുന്നു. ഇതൊക്കെ ഈ അനുഭവങ്ങളിലൂടെ പോകുന്ന പലരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ പ്രതി, അവിടുത്തെ വചനത്തെ പ്രതി ലോകത്തിലെ പല മോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ പലരും കളിയാക്കുന്നു, പരിഹസിക്കുന്നു, വേണ്ടപ്പെട്ട പലരിൽ നിന്നും കുത്തുവാക്ക് കിട്ടുന്നു, കൂടെ ചേർത്ത് നിർത്തിയവർ പോലും പലപ്പോഴും മാറ്റി നിർത്തുന്നു. വിഷമിക്കേണ്ട കേട്ടോ, വിഷമിക്കേണ്ട. വലിയ പ്രതിഫലത ഒരുക്കിയിരിക്കുന്നത്. ആ സഹനത്തിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ തൻ്റെ സഭയിലും ലോകത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് ഇന്നാക്റ്റീവ് അല്ല സഹോദരങ്ങളെ, കർത്താവ് ഉറക്കം തൂങ്ങിയിരിക്കുകയല്ല. ഈ ലോകമാകുന്ന തോട്ടത്തിൽ കർത്താവ് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട്. തൻ്റെ സഭയിലും കർത്താവിൻ്റെ പ്രവർത്തനം ശക്തമാകുന്നുണ്ട്. നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് പലപ്പോഴും ഇത് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സംശയം നമുക്ക് വേണ്ട. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമോഹങ്ങളിൽ നിന്ന് വേർപെട്ടു, അതാണ് ഹോളിനെസ്. ലോകത്തോടും ലോകമോഹങ്ങളോടുമുള്ള ഒരു സെപ്പറേഷൻ, ഒരു വേർപാട്. ഒപ്പം കർത്താവിനോടുള്ളൊരു ഡിവോഷൻ, കർത്താവിൻ്റെ വചനത്തോടുള്ളൊരു സമർപ്പണം. അപ്രകാരം സമർപ്പിക്കപ്പെട്ട ആത്മാക്കൾക്കെല്ലാം എന്തുണ്ട്? സഹനം ഉണ്ടെന്നേ. എത്ര പേരൊക്കെ സഹനം കിട്ടിക്കൊണ്ടിരിക്കും. സ്വന്തം വീട്ടിൽ നിന്നുണ്ടാകും, ബന്ധുമിത്രങ്ങളിൽ നിന്നുണ്ടാകും, കൂട്ടുകാരിൽ നിന്നുണ്ടാകും, പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകും, ജോലി സ്ഥലത്തുണ്ടാകും. എല്ലാ ഇടങ്ങളിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ, ചെറുപ്പക്കാർ ഈ വിശുദ്ധിയിൽ ജീവിക്കുന്നവരുണ്ടെന്നറിയോ? എല്ലാവരും ഒന്നാണെങ്കിൽ ദുഷിച്ചു പോയിട്ടൊന്നുമില്ല സഹോദരങ്ങളെ. നല്ല വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ ഇന്ന് സഭയിലുണ്ട്. അതാണ് സഭയുടെ കരുത്ത്. അവരൊരുപാട് വേദനിക്കുന്നുണ്ട്, മാനസികമായി അവർ ഒത്തിരി അപമാനിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും അവർക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ പോകുന്നുണ്ട്. പല കുട്ടികളും സങ്കടം പറയുന്നുണ്ട്, ബ്രദറേ ഞങ്ങൾക്ക് കൂട്ടുകാരില്ല, ശരിക്കും ഞങ്ങളെ കൂട്ടത്തിൽ ചേർക്കുന്നില്ല. കാരണം അവർ ഈ ലോകവർത്തമാനങ്ങളും മ്ലേച്ഛമായ വർത്തമാനങ്ങളും ഒരുപാട് തിന്മയിലാണ്. നമുക്ക് ഒരുപാട് സുഖമായിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ, അവർ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല, നിന്നെയൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണെന്ന്.
പക്ഷെ ആ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ സഹനങ്ങൾ ഏറ്റെടുക്കുന്നു. നമ്മൾ എന്തിനാ അസ്വസ്ഥപ്പെടുന്ന സഹോദരങ്ങളെ? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ സഭയോട് പറഞ്ഞു, റോമർ 12:2 എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകത്തോട് അനുരൂപരായി ജീവിച്ചാൽ നമുക്ക് ഈ അസ്വസ്ഥകളൊന്നുമില്ല. ഈ ലോകത്തോടൊപ്പം നമ്മളിങ്ങനെ ജീവിച്ചു നോക്കിയേ, ഒഴുക്കിനൊപ്പം പോകുന്ന മീനുകളെ പോലെ നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിലും നമ്മളിങ്ങനെ ഒഴുകി ലോകത്തോടൊപ്പം നടന്നാൽ നമുക്ക് ഈ സഹനങ്ങളും ഈ വേദനകളും ദുഷിപ്പുകളും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. ലോകത്തോട് അനുരൂപരാകാതെ കർത്താവായ യേശുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനോട് അനുരൂപരായി അവിടുത്തെ സത്യവചനത്തെ മുറുകെ പിടിച്ച് വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ഞാനും നിങ്ങളും വിശുദ്ധിയുടെ ജീവിതം നയിക്കുമ്പോൾ ഈ ലോകം നമ്മളെ ഞെരുക്കും, ഈ ലോകം നമ്മളെ പീഡിപ്പിക്കും, ഈ ലോകം നമ്മളെ ദുഷിക്കും. ലോകമെന്ന് പറയുന്നത് ഈ സൃഷ്ടപ്രപഞ്ചത്തെയല്ല പ്രിയപ്പെട്ടവരെ. ഈ സിസ്റ്റം ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ സംവിധാനം അത് കറപ്റ്റഡ് ആണ്. ഈ ലോകത്തിൻ്റെ സിസ്റ്റം വളരെ പൊല്യൂട്ടഡ് ആണ്. അത് നമ്മളെ പരിഹസിക്കുകയും ദുഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അതാ ഇന്ന് ലോകത്തിൽ അനേകമിടങ്ങളിൽ നമ്മുടെ പല ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വചനം, അവിടെ എന്താ യേശു പഠിപ്പിച്ചത്? ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപ് അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. വീണ്ടും 19-ാമത്തെ വചനത്തിൽ, നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട്, ഈ ലോകത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു 20-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞത്? ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. ശ്രദ്ധിച്ചൊരു നിമിഷം എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കർത്താവിന്റെ വചന. കർത്താവ് ഈശോ പറയാ, അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ എൻ്റെ വചനത്തെ പ്രതി അവർ നിങ്ങളെയും പീഡിപ്പിക്കും, അവർ നിങ്ങളെയും പീഡിപ്പിക്കും. ഇതാണ് സഹോദരങ്ങളെ ഈ സഹനശക്തിയിൽ ഈറ്റുനോവിൻ്റെ കാലം എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ്. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും എല്ലാ സമയത്തും ഈ പീഡനങ്ങളും സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വരുന്ന ഈ അവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഈ അന്ത്യഘട്ടത്തിൽ ഈ കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, ഈ പീഡനങ്ങളും സഹനങ്ങളും ഇനി ഒത്തിരി വർദ്ധിച്ചു വരും. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക. എന്തിനാ വേറെ സാക്ഷ്യങ്ങൾ? നമ്മളിത് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എന്തുമാത്രം പീഡനങ്ങളും സഹനങ്ങളുമാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ഇനി കുറയല്ല, കൂടി വരും. ഇതിൻ്റെ നടുവിൽ ക്രൈസ്തവർ, ഈശോയെ സ്നേഹിക്കുന്ന അവിടുത്തെ വിശ്വസ്തരായ ആത്മാക്കൾ സഹനത്തിൽ ആത്മധൈര്യമുള്ളവരാകണം. സഹനങ്ങൾ നഷ്ടധൈര്യരാകരുത്. എബ്രായ പുസ്തകം 10-ാം അധ്യായം 36-37 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ച്, ആത്മാവ് നമുക്ക് തരുന്ന വചനമാണത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ ആരാണത്? നമ്മുടെ കർത്താവായ യേശുവാണ്. അവൻ വരിക തന്നെ ചെയ്യും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. യെസ് ലോർഡ്. പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശം നമ്മൾ അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ എന്താണ് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം?
നിങ്ങളുടെ നാളുകളെന്നാണ്. നിങ്ങളുടെ നാളുകൾ വീണ്ടും ദൈവനിന്ദയിലേക്ക് തിരികെ പോയിരിക്കുന്നു. തിന്മയുടെയും ഫ്രീമേസറിയുടെയും ശക്തികൾ അവയെ അടക്കി ഭരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, 80s ഈ മെസ്സേജ് കിട്ടണം. അന്നൊന്നും ഫ്രീമേസറി ഇത്ര ശക്തമല്ല, ഇലുമിനാറ്റി ഗ്രൂപ്പുകളൊന്നും. ഇന്ന് ആ പ്രവചന സന്ദേശം എത്ര പ്രസക്തമാണ് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഫ്രീമേസറിയുടെയും ശക്തികൾ അവയെ അടക്കി ഭരിക്കുന്നു. ദൈവിക നിയമത്തിൽ ഓരോ കൽപ്പനയും വീണ്ടും വീണ്ടും ലംഘിക്കപ്പെടുന്നു. ജീവൻ എന്ന ദാനം അതിസമർത്ഥവും കിരാതവുമായ വിധത്തിൽ ആക്രമിക്കപ്പെടുന്നു. അക്രമവും വെറുപ്പും പടരുന്നു. അശുദ്ധി വിഷവാതകം പോലെ പ്രവഹിച്ച് ഹൃദയങ്ങളെയും ആത്മാക്കളെയും മരണത്തിലേക്ക് നയിക്കുന്നു. ഈ നാളുകളിൽ എൻ്റെ മക്കളെ, നിങ്ങൾ ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. ഈറ്റുനോവിൻ്റെ ഈ നാളുകളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. ദൈവജനം സഹനശക്തിയുടെ ആത്മാവിൽ ജീവിക്കേണ്ട കാലമാണ്. ഈറ്റുനോവിൻ്റെ കാലം. സഹനങ്ങളെ ഭയപ്പെടരുത്. ഇന്ന് അനേകരുടെ ആറ്റിറ്റ്യൂഡ്, ഈ സഹനങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, സഹനങ്ങളില്ലാതെ ഇവിടെ സുന്ദരമായി സുഖിച്ച് എങ്ങനെ ജീവിക്കാം, അതിനുവേണ്ടി നെട്ടോട്ടം. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ ഈ ലോക ജീവിതം. കർത്താവിന് വേണ്ടി, അവിടുത്തെ വചനത്തിന് വേണ്ടി നമ്മുടെ ജീവിതം പ്രയോജനപ്പെടുന്നതിനേക്കാൾ വലിയൊരു ബ്ലെസ്സിങ്, വലിയൊരു അനുഗ്രഹം ഈ ലോക ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാനില്ല സഹോദരങ്ങളെ.